SFI അല്ല ഏതാൾ വിചാരിച്ചാലും കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും, സ്വയംഭരണത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അത് BJP-ക്കാർ കൊടുക്കുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല. ഗവർണർ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായിട്ടാണ്, നിയമപരമായിട്ടാണ്, സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയാണ്, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ തൊട്ട് കളിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സർക്കാർ നേരിടേണ്ടി വരിക. ഗവർണർക്കെതിരെ അങ്ങേയറ്റം മോശമായിട്ടുള്ള ബാനറുകൾ, എന്നിട്ട് പഠിക്കുന്നത് ജനാധിപത്യമാണ്. മുഖ്യമന്ത്രി ഒരു കള്ളുകുടിയനാണെന്ന് പറഞ്ഞ് ഒരു ബാനർ വെക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രി ഒരു സദാചാര വിരുദ്ധനാണെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കെങ്കിലും ഒരു ബാനർ വെക്കാൻ കഴിയുമോ? അങ്ങേയറ്റത്തെ തെമ്മാടിത്തമാണ് ഗവർണർക്കെതിരായി SFI ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ CPM കാണിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിയലാണ്. ഭീഷണിയും കയ്യൂക്കും കായബലവും കൊണ്ട് രാജ്ഭവനെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല. ഇപ്പോൾ ഒരു സെനറ്റിന്റെ നിയമനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഇനി എല്ലാ സെനറ്റിലും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വരും. നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തിലെ സർവകലാശാലകളെ മോചിപ്പിക്കും, സ്വയംഭരണം കൊണ്ടുവരും. ഞങ്ങൾ AKG സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തയക്കുന്നത് പോലെ മാരാർജി ഭവനിൽ നിന്ന് ആ സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സർവകലാശാലകളുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. JNUവിനെ മോദി സർക്കാരിന് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 8 സർവകലാശാലകളൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല.